പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസാധ്യതയിലേക്ക് നീങ്ങുമ്പോഴും ഇറാനുമേൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. സെനറ്റർ ലിൻസെ ഗ്രഹാമിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ടെലിറാലിയിലാണ് ട്രംപ് നിർണായകമായ ഈ പ്രഖ്യാപനം നടത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടെയാണ് യുദ്ധം വിജയിക്കുകയാണെന്ന ട്രംപിന്റെ ഉറച്ച വാക്കുകൾ. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ മേഖല കടുത്ത അസ്ഥിരതയിലാണ്. ഏപ്രിൽ 7-ന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ഫലപ്രദമാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങളിലേക്ക് നീങ്ങിയത്. ജൂൺ 7-8 തീയതികളിൽ ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവും അതിന് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ട്രംപിന്റെ സമ്പൂർണ്ണ വിജയം എന്ന അവകാശവാദം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ താൻ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും ഈ വിജയപ്രഖ്യാപനം വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രഖ്യാപിച്ചത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധമാണെന്നും അതിലൂടെ ആഗോളതലത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇറാൻ ഇപ്പോൾ ചർച്ചകളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നുണ്ടെന്നും എന്തു തന്നെയായാലും ഇറാന് ആണവായുധങ്ങൾ ലഭിക്കില്ലെന്ന അമേരിക്കയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും ട്രംപ് ഊന്നി പറയുന്നുണ്ട്. ഇത്തരമൊരു കരാർ യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ തികഞ്ഞ സംശയത്തോടെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നോക്കിക്കാണുന്നത്.